ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരാ ജീവേശ്വരാ ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരാ ജീവേശ്വരാ ശങ്കരാ. ഭാരതത്തിന്റെ നിത്യഹരിത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ഓർമ്മയായി. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല, പരമ്പരാഗത രീതിയിൽ പാട്ട് ചൊല്ലിക്കൊടുത്ത ഗുരുവില്ല, സംഗീത പാരമ്പര്യവുമില്ല. എന്നിട്ടും ആ സുന്ദര ശബ്ദം പാട്ടിന്റെ പുഴയായി ആസ്വാദകരുടെ ചെവികളിൽ വന്നു വീണു. ഇന്ത്യൻ സംഗീത ലോകം ഒരിക്കലും മറക്കില്ല SPB എന്ന മൂന്നക്ഷരത്തെ. സിനിമാ പിന്നണി ഗായകൻ, നടൻ, സംഗീത സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ തിളങ്ങി SPB. പാട്ടുകളുടെ റെക്കോർഡ് പെരുമഴയാണ് SPBയുടെ പേരിൽ ഉള്ളത്. 16 ഭാഷകളിലായി 40,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചു. അദ്ദേഹം ആദ്യമായി മലയാളത്തിൽ പാടിയത് G ദേവരാജന് വേണ്ടിയായിരുന്നു. ചിത്രം കടൽപ്പാലം. 1970-ൽ ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ഗാനത്തിന് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിച്ചു. പിന്നീട് 5 തവണ കൂടി രാജ്യത്തെ മികച്ച ഗായകനുള്ള പുരസ്കാരം നേടി അദ്ദേഹം. യേശുദാസിന് ശേഷം ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ നേടിയ ഗായകൻ എന്ന ബഹുമതി SPBക്ക് അവകാശപ്പെട്ടതാണ്. മികച്ച ഗായകൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ വിഭാഗങ്ങളിലായി ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 20-ലേറെ തവണ ലഭിച്ചു. മികച്ച ഗായകനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ നന്ദി അവാർഡ് 24 തവണ ലഭിച്ചു. മികച്ച ഗായകനുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരം 3 വട്ടം ലഭിച്ചു. 4 വട്ടം തമിഴ്നാട്ടിലെ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം. 4 ഭാഷകളിലായി 50ഓളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു അദ്ദേഹം. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ഇന്ത്യൻ ഗായകൻ എന്ന ബഹുമതിയും SPBക്ക് തന്നെ. 2001-ൽ പത്മശ്രീയും 2011-ൽ പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു. കൂടാതെ നിരവധി ബഹുമതികളും ആ സുന്ദര ശബ്ദത്തെ തേടിയെത്തി. ഭാരതത്തിന്റെ അനുഗ്രഹീത ഗായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.